ഞാൻ ഒറ്റന്തടിയാണ്. എനിക്ക് എന്റെ സിനിമകൾ എനിക്ക് വരുന്ന സിനിമകൾ കൂട്ടുകാരിൽ നിന്നാണല്ലോ സിനിമ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് നാടകം ചെയ്ത് വന്ന ഒരാളായത് കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഒരുപാട് നാടക സുഹൃത്തുക്കളുണ്ട്. അവര് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ കാലടിയിലാണ് PG പഠിച്ചത്, നമ്മുടെ എറണാകുളത്ത്. അപ്പൊ ഇവിടെ എറണാകുളത്ത് കുറെ നാടക സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട്, നല്ല സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട് എനിക്ക്. അത് കൂടുതലും ഈ പറയുന്ന നാടകവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും സിനിമകൾ ചർച്ച ചെയ്യുമ്പോ ഒക്കെ നമ്മൾ അതിൽ പെടാറുണ്ട്. പിന്നെ ഈ പറയുന്ന പേരുകളിലുള്ള ആൾക്കാരും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാത്തത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവരോട് എല്ലാവരോടും അവസരം ചോദിച്ചിട്ടുണ്ട്. ഓരോ ബിബിൻചേട്ടനൊക്കെ എന്തോരം തവണ ഞാൻ വിളിച്ച അവസരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവസരം തന്നിട്ടില്ല. അവസരം തന്നാൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ വൃത്തിയായിട്ട് പെർഫോം ചെയ്ത് ചെയ്യും. ഇനിയിപ്പോ ഏതായിരിക്കും തമിഴില് നോക്കുന്ന സിനിമ? നോക്കുന്നില്ല, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയോൺ എന്ന തമിഴ് മൂവിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ശിവാർത്തിയൻ സാറിന്റെ മൂവിയാണ് ഇപ്പം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ് കമൽ സാറിന്റെ പ്രൊഡക്ഷനിലാണ് ഇപ്പം നിലവിൽ. സ്റ്റിൽ എന്നെ അതിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മുഴുവൻ അപ്ഡേഷനും ആയിട്ടില്ല. വർക്ക് ചെയ്യുന്നത് ആ സിനിമയിലാണ്. എന്താണ് ക്യാരക്ടർ എന്ന് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസം ഉണ്ട്? അതൊരു 3-4 മാസം ഉണ്ട്. 3-4 മാസം ഉണ്ട്. ഓൾറെഡി ഷൂട്ട് തുടങ്ങി. ഒരു 10 ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞുണ്ട്. എന്നാലും അതൊരു വലിയ ഒരു അച്ചീവ്മെന്റും കൂടിയായിട്ടാണല്ലോ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത്. അതായത് കമൽഹാസന്റെ പ്രൊഡക്ഷനിൽ അഭിനയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസിൽ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് അവിടെ വലിയൊരു ബഹുമതിയായിട്ടും കൂടിയിട്ടാണ് വിചാരിക്കുന്നത്. പേഴ്സണലി ആ കോൾ വന്നപ്പോഴും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷിപ്പ് ചെയ്തിട്ടുള്ള സത്യം കോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ കോൾ വന്നപ്പോൾ. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അനന്തൻകാട് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ കോൾ വരുന്നത്. അനന്തൻകാടിന് റിലീസ് ഡേറ്റ് ഒക്കെ ഫൈനൽ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന 2 മാസം മുമ്പാണ് ഇങ്ങനെ ഈ പടത്തിൽ നിന്ന് കോൾ വരുന്നത്. വലിയ സന്തോഷം തോന്നി. ആ ഡയറക്ടർ അടിപൊളി ഡയറക്ടറാണ്. എൻ്റെ നല്ല സുഹൃത്തുമാണ് അദ്ദേഹം. നല്ല ടീമുമാണ്. തായ്ക്കളയുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് രാജ് കമൽ സാർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ വീണ്ടും ഒരു നന്മ ഉണ്ടാവാൻ വേണ്ടി പോവാണ്. അപ്പം ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യണം. അതും ഗംഭീര ക്യാരക്ടറാണ്, വളരെ രസകരമായിട്ടുള്ള ക്യാരക്ടറാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള വേഷമാണ്. ഇത് ഇപ്പൊ പറഞ്ഞ പോലെ അനന്തൻകാടിനെയും അങ്കമാലിയെക്കാട്ടും അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് അല്ല. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന സെയോണിന്റെ ക്യാരക്ടർ. അത് അപ്ഡേഷൻസ് വരും. ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിന്റെ ബാക്ക് ടു അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വരും. കമൽ സാറിനെ കണ്ടോ? സാറിനെ കണ്ടില്ല, ഷൂട്ട് തുടങ്ങി. ഇതിനകത്ത് ഈ വിഷമങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അതായത് സിനിമ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അഡ്വാൻസ് വന്നിട്ട് വിളിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കാത്ത അവസ്ഥ, കൂട്ടുകാർ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ അപ്പാനി മാത്രം ഇല്ലാത്ത അവസ്ഥ. ഇതിനൊക്കെ നേരിടാൻ വേണ്ടി നമ്മൾക്കൊരു പ്രിപ്പറേഷൻ വേണ്ട. നമ്മൾ മെന്റലിയും കൂടി അതിനെ ഒരുങ്ങണ്ടേ? അതിനെങ്ങനെ തയ്യാറെടുത്തിരുന്നത്? അല്ല, അതെന്താ സംഭവിച്ചാല് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നല്ലേ ഇതെല്ലാം. നമ്മളത് തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. ഒരു അങ്കമാലി സംഭവിക്കാതിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായിരുന്നു ചിന്തിച്ചാൽ മാത്രം മതി അതിന് ഉത്തരം. അത്രേ ഉള്ളൂ. അങ്കമാലി സംഭവിക്കാതിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും നാടക കമ്പനിയിൽ നാടകക്കാരനായിട്ട് നാടക പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് തന്നെ ഞാൻ പോയാണ്. അങ്കമാലിയിൽ എത്തി, അത്രേ ഉള്ളൂ. പിന്നെ ഇവരാരും വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചല്ലോ നമ്മൾ ജീവിതം തുടങ്ങിയത്, അല്ലേ? എൻ്റെ ജീവിതമൊക്കെ തുടങ്ങുന്നത് എവിടുന്നാ? അങ്കമാലി ഡയറീസ് എന്നല്ല എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഈ പറയുന്ന ഉത്സവപ്പറമ്പിലെ നാടകവേദികളിൽ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. എൻ്റെ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കല സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ തുടക്കത്തിലെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു ജേണി വെച്ച് നോക്കുമ്പോൾ പകുതിക്ക് വെച്ചപ്പോൾ ഞാൻ 10 കൊല്ലമല്ലേ ആയുള്ളൂ ഞാൻ സിനിമയിൽ എത്തിയത്. വെറും 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഈ 10 കൊല്ലത്തിനിടയിൽ ചിലപ്പം അങ്ങനെയൊക്കെ കൂട്ടുകാരന്മാരെ സിനിമയിൽ വിളിക്കാതിരിക്കുമ്പോഴും, അല്ലെങ്കിൽ പറഞ്ഞിട്ട് നമ്മളെ മാറ്റുമ്പോഴും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നിട്ട് നമ്മൾ മാറിപ്പോകുമ്പോഴും ആ സമയത്ത് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടം തോന്നിയാൽ കൂടി ഞാൻ അത് കൊണ്ട് നടക്കാറില്ല. അത് കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് വെറുതെ നമ്മുടെ മൈൻഡിനൊക്കെ വെറുതെ ഡിസ്റ്റർബ്ഡ് ആക്കി വേണ്ട. അതിനും പകരം നമുക്ക് എപ്പോഴെങ്കിലും നല്ലൊരു അവസരം വരുമ്പോൾ ആ അവസരം നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അവർക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ഞാനിപ്പം കണ്ടിന്യൂസ് എൻ്റെ കുറെ സിനിമകൾ ഇറങ്ങി ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ആളാണെങ്കിലും എന്നെ ഒരു പടം ചെയ്യാൻ പോലും എന്നെ വിളിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, വിളിക്കില്ല. എത്രയൊക്കെ പറഞ്ഞാലും വിളിക്കില്ല. അയ്യോ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ സിനിമ. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ നല്ല വിജയം കൊടുക്കണം.
നല്ല സക്സസ് ആയിട്ടുള്ള നല്ലൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കൊടുക്കണം. അപ്പോൾ പഴയതുപോലെ അവർക്ക് ആവശ്യം വരും, അപ്പോൾ നമ്മളെ വിളിക്കും, അപ്പോൾ നമ്മൾ പോവും, വീണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യും, പഴയതൊക്കെ മറക്കും. അപ്പോൾ മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ലേ, മുന്നേ അവൻ വിളിക്കും, അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിരിക്കില്ല, ഒരിക്കലും വെച്ചേക്കില്ല. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലി നോക്കി ഞാൻ പോവും. പണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കും, എന്നിട്ട് റിയാക്ട് ചെയ്യാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇതുപോലെ അവഗണനകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാനത് മനസ്സിലങ്ങനെ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കൂല. എപ്പോഴെങ്കിലൊക്കെ എൻ്റെ മുമ്പിൽ ദൈവമായിട്ട് ഇങ്ങനെ ലൈഫ് എനിക്ക് മാറ്റും എന്നെ. ഞാൻ അത് അങ്ങനെ പോവും, അത്രേ ഉള്ളൂ. എന്നാലും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതായിരിക്കും സിനിമാ ജീവിതത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഏതായിരിക്കും? ലോസ്റ്റ് പോയിന്റ് അതുപോലെ ഏറ്റവും അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് അധികം ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ലോസ്റ്റ്. ഞാനിപ്പോ അങ്കമാലി ഡയറീസ് ചെയ്തപ്പോൾ വലിയ വിജയത്തിലേക്ക് എത്തി. അന്ന് ആ സമയത്ത് എൻ്റെ ചിന്തകളും ഇന്നത്തെ ചിന്തകളും തമ്മിൽ ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ അന്ന് ഞാൻ കുറച്ചൊക്കെ ചിന്തിക്കണമായിരുന്നു. അന്ന് അത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അന്ന് കുറച്ചൊക്കെ ചിന്തിച്ച്, കാരണം ഞാൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്കാണ്. അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാനത് മനസ്സിലാക്കി നല്ല വേഷങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകണമായിരുന്നു. അന്ന് എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റാതെ ആയിപ്പോയി. അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു, ഞാൻ അങ്ങനെ പറയാം, അതിന്റെ ഉത്തരം അതായിരിക്കും. കുറച്ചും കൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക്, എന്നിട്ട് ഞാൻ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തു. വെളിപാടിന്റെ പുസ്തകം, നമ്മുടെ ചെക്കച്ചിവന്തമാനം, ചണ്ടക്കൊഴിച്ചു, അങ്ങനെ ഒത്തിരി പടങ്ങൾ ചെയ്തു, മാലിക് ചെയ്തു. പക്ഷെ കുറച്ചും കൂടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഭയങ്കര ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു, അതൊന്നും പാടില്ല. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ആരത്തെയും കാര്യങ്ങളോട്ട് ഓപ്പൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിൽ ഒതുക്കി നിന്നാൽ മാത്രം മതി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് തന്നെയാണ് അങ്കമാലിക്ക് ശേഷം ഞാൻ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു തോന്നി എനിക്ക്, അത്രേ ഉള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞാൻ 10 കൊല്ലം കാത്തിരിക്കേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 10 കൊല്ലം കാത്തിരിക്കേണ്ടത്. ഞാൻ ഈ 10 കൊല്ലം കാത്തിരിക്കേണ്ട കാരണം തന്നെ അതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു പക്ഷെ കുറച്ചധികം സിനിമകളിലും കൂടെ കുറച്ച് ഇന്ന് കാണുന്ന ജാക്സനെക്കാട്ടി നല്ല വലിയ വലിയ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ കിട്ടിയാനെ. അതായിരിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ, സിനിമയ്ക്കുള്ളിലെ ബന്ധങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വേറൊരു തരത്തിലല്ല, അങ്ങനെ കോണ്ടാക്ട്സുകളും ബന്ധങ്ങളും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരുടെ സിനിമാ സർക്കിളുകളിൽ, സിനിമാ ചർച്ചകളിൽ നമ്മൾ വരുള്ളൂ. അപ്പൊ ഞാൻ അതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ അതിനുശേഷം ഞാൻ ഇപ്പം ഈ 10 കൊല്ലത്തിനിടയിൽ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെയും, എന്നെ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ നിരന്തരമായി ശല്യപ്പെടുത്തും, നിരന്തരമായി വിളിക്കുകയും നിരന്തരമായി അവസരം ചോദിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇനിയും എൻ്റെ മുന്നിലേക്ക് കുറെ നല്ല സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ അനന്തൻകാടിലെ നല്ല പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, എൻ്റെ നിരന്തരമായ ഈ കഠിന പ്രയത്നം കൊണ്ട് രാവിലെ ആവുമ്പോൾ തുടങ്ങും. അങ്ങനെ ഏറ്റവും അധികം കൊതിക്കുന്ന മലയാളത്തിൽ ഏറ്റവും അധികം കൊതിക്കുന്ന ഇപ്പൊ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്, എനിക്ക് ഓഫ് കോഴ്സ് ലിജോ ചേട്ടൻ മസ്റ്റാണ്. എനിക്ക് ആഗ്രഹമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത്, അദ്ദേഹത്തിന് എന്നെ ഒരു സിനിമയിലേക്ക് വിളിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് എന്നാലും ഇനിയും ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മളെ ഇൻഡസ്ട്രിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അമൽ നീരജ് സാറുണ്ട്, അൻവർ റഷീദ് സാറുണ്ട്, ആഷിഖ് അബു ചേട്ടനുണ്ട്, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പടങ്ങളുടെ ഒരു ഭാഗമാവാൻ പറ്റണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.